الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാനിനെ വരവേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്ന ഒരു ഫീലാണ്, എന്ന ഒരു ചിന്തയാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകളൊക്കെയുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിൻ്റെ സിംഹഭാഗവും അധിക ഭാഗവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഇനി റമദാനിൻ്റെ സത്തയും കാതലുമായ അവസാനത്തെ ഏതാനും ചില ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മളുള്ള ഈ സമയമെന്ന് പറയുന്നത് വിശുദ്ധ റമദാനിൻ്റെ കിരീടമാണ്. അല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ഈ അവസാന സമയങ്ങളിലാണ് ഇഅ്തികാഫും ലൈലത്തുൽ ഖദ്റുമെല്ലാം വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ദിവസങ്ങളെ, രാവുകളെ, പകലുകളെ വിശ്വാസികൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ എപ്രകാരമാണ് ജീവിച്ചത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചക തിരുമേനിയാണ് നമുക്ക് മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹിയ ലൈല വഅയ്ഖദ അഹ്ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളായാൽ ശദ്ദ മിഅ്സറ, പ്രവാചകൻ തൻ്റെ ഉടുമുണ്ട് മുറുക്കിയെടുക്കുമെന്നാണ്.
അറബി ഭാഷയിൽ ഒരു പ്രയോഗമാണത്. അഥവാ ഈ 10 ദിവസത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഒരുങ്ങും. ഈ 10 ദിവസത്തെ ഭംഗിയാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം തയ്യാറെടുക്കും. അതേപോലെ തന്നെ ലൈല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിവസങ്ങളിലെ രാത്രികളെ ജീവനുള്ളതാക്കി മാറ്റും, അഥവാ ജീവിപ്പിക്കും. അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങാതെ കഴിവിൻ്റെ പരമാവധി ആരാധനകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുഴുകും. മൂന്നാമതായി പ്രവാചക തിരുമേനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ കുടുംബാംഗങ്ങളെ ആരാധനകൾക്ക് വേണ്ടി വിളിച്ചുണർത്തും. ഇതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീത്തിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണത്. ഈ ഹദീത്തിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറ്റു ദിവസങ്ങളിൽ പരിശ്രമിക്കാത്ത അത്ര കഠിനമായി റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇബാദത്തുകൾക്ക് വേണ്ടി പരിശ്രമിക്കുമെന്നാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് നമ്മളൊക്കെ പ്രവേശിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ റമദാനിൽ നമുക്ക് ബാക്കിയുള്ളൂ. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, ഈ 10 ദിവസങ്ങളെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ നമുക്ക് തന്നെ മനസ്സിന് പ്രയാസം തോന്നുന്ന കാര്യമാണ്. ഇതുവരെ വിശുദ്ധ ഖുർആനിന്റെ ഒരു തവണ പോലും ഓതി തീർക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാം. ഒരു തവണ ഓതി തീർക്കാത്ത ആളുകൾ, 10 ജുസ് പോലും ഓതാത്ത മനുഷ്യന്മാരുണ്ടാകാം. എല്ലാ ദിവസവും ഒരു ജുസ് ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടെ ഒരു തവണ അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഒരു മാസത്തിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം നൽകിയിട്ട് ഈ റമദാനിൽ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം എന്തായിരുന്നു? ഇബാദത്തുകളിൽ നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളെ നമ്മൾ നിസാരമായി കാണാൻ പാടില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, കാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യുസല്ലി മിനൽ ലൈലി മാഷാ അല്ലാഹ് حتى إذا كان من آخر الليل أيقظ أهله للصلاة يقول لهم الصلاة الصلاة ثم يتلو هذه الآية وأمر أهلك بالصلاة واصطبر عليها. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുബത്തയിൽ ഉദ്ധരിച്ച ഭാഗമാണിത്. എന്താണ് ഉമർ റളിയല്ലാഹു ചെയ്യുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു റമദാനിന്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തുമെന്നാണ്. എന്നിട്ട് അവരോട് പറയും, അസ്വല അസ്വല, നമസ്കാരം നമസ്കാരം, നമസ്കരിക്കൂ എന്ന് അദ്ദേഹം അവരോട് കൽപ്പിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കാൻ. ആ വാചകത്തെ അന്വർത്ഥമാക്കി, ആ വാചകത്തെ സ്വീകരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കുടുംബാംഗങ്ങളെ ഇബാദത്തുകൾക്ക് പ്രേരിപ്പിക്കുമെന്നാണ്. നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും റമദാനിന്റെ അവസാനത്തെ 10 നല്ല നിദ്രയിലാണ്, ഉറക്കത്തിലാണ്. വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമായിരുന്നു എന്ന് പഠിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിവിന്റെ പരമാവധി പൂർണ്ണമായി കൊണ്ടാണ് എന്നല്ല, സാധിക്കുന്ന എത്ര ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ ഖതാദ റഹിമഹുല്ലയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം വകാന ഖതാദ റഹിമഹുല്ല യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി 7 ലയാലിൻ മറ. മഹാനായ ഖതാദ റഹിമഹുല്ല എല്ലാ 7 ദിവസം കൊണ്ടും വിശുദ്ധ ഖുർആൻ ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുമെന്നാണ്, എല്ലാ 7 ദിവസം കൊണ്ടും. അതേപോലെ തന്നെ ഫൈദാ ദഖല റമദാൻ ഖതമ ഫീ കുല്ലി 3 ലയാലിൻ മറ. റമദാൻ ആയാലോ സാധാരണ ദിവസങ്ങളിൽ 7 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കും. റമദാൻ ആയാലോ 3 ദിവസം കൊണ്ട് ഒരു തവണ എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആൻ ഓതി തീർക്കും. ഫൈദാ ദഖലത്തിൽ അശ്റു ഖതമ ഫീ കുല്ലി ലൈലത്തിൻ മറ. റമദാനിൽ അവസാനത്തെ 10 ആയാൽ എല്ലാ രാത്രിയും ഒരു ദിവസം എന്ത് ചെയ്യും? ഒരു തവണ വിശുദ്ധ ഖുർആൻ ഓതി തീർക്കും. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയമാണ്, സാധ്യമാണോ എന്നാണ് ചിന്തിക്കുന്നത്. ഒരു ദിവസം കൊണ്ടൊക്കെ ഖുർആൻ ഓതി തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ രാവിലെ മുതൽ ഇരുന്ന് വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച എത്രയോ ആളുകൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് അത് കേവലം ഓതുക മാത്രമല്ല, മറ്റൊരാൾക്ക് ഓതി കേൾപ്പിക്കുന്ന ആളുകളുണ്ട്.
രാവിലെ മുതൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി ഓതി കേൾപ്പിക്കുന്ന ആളുകൾ, അതിൽ അബദ്ധമുണ്ടോ തെറ്റുണ്ടോ മനപ്പാഠം പരിശോധിക്കാനൊക്കെ വേണ്ടി അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അപ്പൊ ഇത്തരം ഹദീത്തുകൾ വായിക്കുമ്പോൾ, ഇത്തരം സലഫുകളുടെ ചരിത്രം കേൾക്കുമ്പോൾ, നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ എവിടെയാണ് എന്ന ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഖുർആനുമായി ഇനിയും ബന്ധപ്പെടാത്ത ആളുകൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഒരു തവണയെങ്കിലും ഖുർആൻ ഓതി തീർക്കാനുള്ള ശ്രമം നമ്മുടെയൊക്കെ ഭാഗത്തുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ റമദാനിന്റെ അവസാനത്തെ പത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെയോ എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ മൻ ലാ ഉംറുഹു ഫീ ലാ ഷൈഇൻ ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദർ ഫഇന്നഹാ തുഹ്സബു ബിൽ ഉംർ. എന്താ അദ്ദേഹം പറയുന്നത്? ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒന്നും ചെയ്യാതെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്യാതെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യ, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ലൈലത്തുൽ ഖദറിൽ നിനക്ക് വീണ്ടെടുക്കാൻ അവസരമുണ്ട്. ഇതാണ് ഇത് നമുക്കുള്ള പാഠമാണ്. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എനിക്കും നിങ്ങൾക്കുമുള്ള പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആരാധനകളിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരാധനകളിൽ ശ്രദ്ധയില്ലാതെ ഗഫ്ലത്തോടെ കഴിച്ചുകൂട്ടിയ രാവുകളും പകലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാത്ത, ദിക്ർ ചൊല്ലാത്ത എത്രയോ ദിവസങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകൾ, ദിവസങ്ങളെ നഷ്ടപ്പെടുത്തിയ, നന്മകൾ ചെയ്യാത്ത, സുഹൃതങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകൾ, അവർക്കുള്ള ഒരു ചാൻസ് ആണ്, അവർക്കുള്ള ഒരു അവസരമാണ് ലൈലത്തുൽ ഖദർ എന്നാണ് മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ ലൈലത്തുൽ ഖദറിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ ഈ ലൈലത്തുൽ ഖദർ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുന്ദരമായി പഠിപ്പിച്ച അധ്യായമാണ് സൂറത്തുൽ ഖദർ. എന്താണ് ഈ ഖദർ എന്ന് പറഞ്ഞാൽ? എന്താണ് ലൈലത്തുൽ ഖദർ? അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാത്രിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. 23 വർഷങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആൻ പൂർണ്ണമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ ഖുർആൻ സമ്പൂർണ്ണമായി രേഖപ്പെടുത്തി. അവിടെ നിന്ന് ലൈലത്തുൽ ഖദറിൽ ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു ആ ഖുർആനിനെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരെ നമുക്ക് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ആ രാത്രിക്ക് മഹത്വമുണ്ട്, ആ രാത്രിക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ ആയുസ്സിൽ ഒരു മനുഷ്യൻ ആ രാത്രി ലൈലത്തുൽ ഖദറിന് ഒരാൾക്ക് ലഭിച്ചാൽ 83 വർഷക്കാലം നന്മ ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കിട്ടും. ഒരൊറ്റ രാത്രി കൊണ്ട് എന്തേ വേണ്ടത്? ആ രാത്രി നമ്മൾ ഇബാദത്ത് ചെയ്യണം. ഏതാണ് ആ രാത്രി? മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി, ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അവൻ നബിക്ക് അറിയായിരുന്നു ലൈലത്തുൽ ഖദർ എന്നാണ്. അത് പറഞ്ഞു തരാൻ വേണ്ടി വരികയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ടാളുകൾ ശണ്ട കൂടുന്നത് കണ്ടു, കുഴപ്പമുണ്ടാക്കുന്നത് കണ്ടു. പ്രവാചക തിരുമേനി അവരുടെ അടുക്കലേക്ക് ചെന്നു, അവരോട് സംസാരിച്ചു, ആ പ്രശ്നത്തെ അവരെ പിന്തിരിപ്പിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് മറപ്പിക്കപ്പെട്ടു. ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ളത് മറപ്പിക്കപ്പെട്ടു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ലൈലത്തുൽ ഖദറിനെ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ലൈലത്തുൽ ഖദർ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താ? അവർ അവസാനത്തെ 10 ദിവസങ്ങളെ സജീവമാക്കണം, ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ ലൈലത്തുൽ ഖദ്രി ഫി താസിഅത്തിൻ തബ്ഖാ ഫി സാബിഅത്തിൻ തബ്ഖാ ഫി ഖാമിസത്തിൻ തബ്ഖാ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിലെ ഒടുവിലത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക. ആ മാസത്തിൽ അവശേഷിക്കുന്ന 9-ാം നാളിലും 7-ാം നാളിലും 5-ാം നാളിലും ഒക്കെ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക എന്ന ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം 10 ദിവസം എന്ന് പറഞ്ഞൊരു ഹദീസിൽ അവസാനത്തെ 10 ദിവസം, ആ 10 ദിവസത്തെ ഒന്നുകൂടെ ലഘൂകരിച്ചു. റമദാനിൽ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ സമയം ലൈലത്തുൽ ഖദർ ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആരാധനകളിൽ നമ്മുടെ രാത്രിയെ ധന്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ റമദാനിന്റെ അവസാനത്തെ 10-ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഇഅ്തികാഫ് എന്നുള്ളത്.
ഈ അത്തിക്കാപ്പിരിക്കുക. റമദാന്റെ അവസാനത്തെ 10 അത് പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ എല്ലാ റമദാനുകളിലും ഇത്തിക്കാഫിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ മറക്കാതെ അത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഇഅ്തികാഫിരിക്കേണ്ടത് പള്ളിയിലാണ്. ഇഅ്തികാഫിരിക്കേണ്ടത് വീട്ടിലല്ല, പള്ളികളിൽ ഭജനം ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യഅ്തഖിഫുൽ അശ്റ അൽ-അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹു സുമ്മ അഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്നത് വരെ റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അവിടുത്തെ ഭാര്യമാരും എന്ത് ചെയ്യുമായിരുന്നു? പള്ളികളിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് റമദാനിലെ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരിക്കുക എന്നുള്ളതാണ് എന്ന് ചില പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മഹാനായ ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവസാനത്തെ 10 ദിവസം വന്നെത്തിയാൽ രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം കഠിന പരിശ്രമം ചെയ്ത് സജീവമാക്കിയവന്, അങ്ങനെ ആരാധനകളിൽ നിരന്തരം പരിശ്രമിക്കുന്നയാൾക്ക്, അതേപോലെ തന്നെ കുടുംബത്തിന് സാധ്യമാകുന്ന രീതിയിൽ അവരെ വിളിച്ചുണർത്തി ഇബാദത്തുകൾക്ക് പ്രേരിപ്പിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അത് ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് എന്ന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവസാനത്തെ 10 ഈ രാവിലെയും പകലിനെയും സജീവമാക്കുക. ഖുർആൻ പാരായണം, അതേപോലെ തന്നെ ദിക്റുകൾ, മറ്റുള്ള ആരാധനകൾ കൊണ്ട് നമ്മൾ സജീവമാക്കണം. അതോടൊപ്പം തന്നെ സാധ്യമാകുന്ന ആളുകൾ പള്ളികളിൽ എന്ത് ചെയ്യണം? ഇഅ്തികാഫിരിക്കാൻ ശ്രദ്ധിക്കണം. പറ്റുന്ന ആളുകൾ, നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഈ പള്ളിയിൽ തന്നെ അത്താഴം, നോമ്പ് തുറയും എല്ലാ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കാണോ സാധ്യമാകുന്നത്, ആ സാധ്യമാകുന്ന ആളുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു പക്ഷേ ഇതുവരെ ഇഅ്തികാഫിരിക്കാത്ത ആൾക്കാരുണ്ടാകും. ഒരു 5 ദിവസം പോലും പള്ളിയിൽ എല്ലാം മാറ്റിവെച്ച് ഇരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാർ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാം. നമ്മൾ അന്ന് മാറി ചിന്തിക്കണം. ഏത് സമയമാണ് നമ്മുടെ ലൈഫ് അവസാനിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ അടുത്തൊരു റമദാനിൽ നമ്മൾ ഉണ്ടാകുന്നൊരു ഉറപ്പില്ല. നമുക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാർ പല ആളുകളും ഖബറിലാണ്. ഈ റമദാനിൽ തന്നെ റമദാനിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന കുറെ ആൾക്കാർ ഇന്ന് നമ്മുടെ കൂടെ അല്ല. പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആയുസ് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ അടുക്കലാണ് അതിന്റെ കണക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആയുസിനെ ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പൊ ഒരു റമദാൻ നമുക്ക് ലഭിച്ചിട്ട് ആ റമദാനിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ വലിയ ഗൗരവമാണ് നമ്മുടെ കാര്യം. മഹാനായ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പിന്നെ അജബൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കാര്യം അത്ഭുതമാണ്, അവരുടെ കാര്യം ആശ്ചര്യമാണ്. എന്താ കാരണം? തറഖൂ അൽ ഇഅ്തികാഫ്, അവർ ഇഅ്തികാഫിനെ ഉപേക്ഷിക്കുന്നു, അവർ ഇഅ്തികാഫിരിക്കാൻ സന്നദ്ധരാകുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറകഹു മുൻദു ഖദിമൽ മദീന ഹത്താ ഖബലഹു അല്ലാഹു അസ്സ വജല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നതിന് ശേഷം, ഹിജ്റ വന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ ഒഴിവാക്കിയിട്ടില്ലാത്ത ഇഅ്തികാഫിനെയാണ് അവർ അവഗണിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കലും നബി ഒഴിവാക്കിയിട്ടില്ല. റമദാന്റെ അവസാന 10 ദിവസം വന്ന പള്ളിയിലെ ഇത്തിക്കാഫിരുന്നു. അത് നബി ഒഴിവാക്കിയിട്ടില്ല. ആ പ്രവാചകന്റെ ചര്യ എന്ത് ചെയ്യുന്നു? പല ആളുകളും അവഗണിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഒരുപക്ഷെ പൂർണ്ണമായ രീതിയിൽ നമ്മളിൽ എല്ലാ ആളുകൾക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എനിക്കറിയാം എനിക്ക് പറ്റോ ഇല്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവനവന്റെ അവസ്ഥ നമുക്കറിയാം. നമ്മൾ വിചാരിച്ചാൽ നടക്കോ ഇല്ലേ എന്നുള്ളത് നമുക്കാണ് അറിയാം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ സാധ്യമാകുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം? ഇഅ്തികാഫിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ റമദാനിന്റെ ഈ അവസാനത്തെ നാളുകളെ ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൻ്റെ അവസാന സമയത്താണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇന്നായിരിക്കാം. അടുത്ത വെള്ളി ചിലപ്പോൾ പെരുന്നാളാകാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച വിശ്വാസികൾ എന്ന നിലയിൽ റമദാനിൻ്റെ അവസാന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സക്കാത്തുൽ ഫിത്ർ.
സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റമദാൻ നോമ്പ് അവസാനിക്കുന്ന സമയത്ത് സാമ്പത്തികമായി കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളുടെ മേലും അള്ളാഹു നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത്. എല്ലാ മുസ്ലിങ്ങളുടെ മേലും നിർബന്ധമാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ ഔ അലൽ അബ്ദി വൽ ഹുർരി വൽ ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ വഅമറഹാ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി الناس ഇല الصلاة. ഈ ഹദീസിലെല്ലാം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് നിർബന്ധമാക്കി. വിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിർബന്ധമാക്കിയ കാര്യം. ആർക്ക്? മുസ്ലിങ്ങളായ സ്വതന്ത്രം, അടിമ, പുരുഷൻ, സ്ത്രീ, ചെറിയവർ, അതേപോലെ തന്നെ വലിയവർ, എല്ലാവർക്കും എന്ത് ചെയ്തു? അള്ളാഹു നിർബന്ധമാക്കി. അള്ളാഹു റസൂൽ പറയാ നിർബന്ധമാക്കിയ കാര്യമാണ് ഫിത്ർ സക്കാത്ത്. ഒരു ഈത്തപ്പഴമോ അല്ലെങ്കിൽ ബാർലിയോ ഫിത്ർ സക്കാത്തായിട്ട് എന്ത് ചെയ്യണം? നൽകണമെന്നാണ് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുൻപ് എന്ത് ചെയ്യണം? അതിന്റെ വിതരണം പൂർത്തിയാക്കണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അതിന്റെ സക്കാത്തുൽ ഫിത്റിന്റെ വിതരണം പൂർത്തിയാക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ നിർബന്ധമായ ഒരു ബാധ്യതയാണ് സക്കാത്തുൽ ഫിത്ർ. അത് നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. പല ആളുകളും ഫോണൊക്കെ ചെയ്ത് ചോദിക്കും, പെരുന്നാളിന്റെ ഖുതുബയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തൊക്കെ വിളിക്കും, ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നു, ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന്റെ മുമ്പ് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച കൽപ്പനയാണ്, ഒരു നിർബന്ധമായ ബാധ്യതയാണ്. ആരാ കൊടുക്കേണ്ടത്? വളരെ ചുരുക്കി പറഞ്ഞാൽ പെരുന്നാളിന്റെ ദിവസം നമ്മുടെ വീട്ടിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വക നമ്മുടെ അടുക്കലുണ്ട്. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ട് പെരുന്നാളിന്റെ ദിവസം. എന്നിട്ട് എൻ്റെ കയ്യിൽ മിച്ചമായി വല്ലതുമുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, സക്കാത്തുൽ ഫിത്ർ ആരാണ് കൊടുക്കേണ്ടത്? ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട്. അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അയാളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ അയാളുടെ കയ്യിലുണ്ട്. അതിൻ്റെ അപ്പുറം അയാളുടെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ അയാളുടെ മേൽ എന്ത് നിർബന്ധമാണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ ഈ ഹദീത്തിൽ നിന്ന്, ഈ ആശയത്തിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാ കൊടുക്കേണ്ടത്. എല്ലാവരും, ഒരുപക്ഷെ മഹാഭൂരിപക്ഷം ആളുകളും കൊടുക്കേണ്ട ആളുകളാണ്. സക്കാത്തുൽ ഫിത്ർ സ്വീകരിക്കേണ്ട ആൾക്കാർ ആരാണ്? അത് വിതരണം ചെയ്യുമ്പോൾ പ്രത്യേകം പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സക്കാത്തുൽ ഫിത്ർ തരുന്ന ആളുകൾക്ക് തന്നെ മടക്കി കൊടുക്കുക എന്നുള്ളതല്ല ഷർത്ത്. സക്കാത്തുൽ ഫിത്ർ പല ആളുകളിൽ നിന്ന് എന്ത് ചെയ്യും? പല ആളുകളും കൊണ്ടുവന്ന് തരും. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എല്ലാവർക്കും വിതരണം ചെയ്യുക. അതല്ല സക്കാത്തുൽ ഫിത്റിന്റെ സിസ്റ്റം. സക്കാത്തുൽ ഫിത്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നിർബന്ധമാക്കിയത് പാവപ്പെട്ട ആളുകൾ അന്നത്തെ ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല. അവർ പട്ടിണി കിടക്കാൻ പാടില്ല, അവർ ഭക്ഷണം കഴിക്കണം. അതിനാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമായി. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞു സക്കാത്തുൽ ഫിത്ർ ആർക്ക് കൊടുക്കണം എന്ന ചർച്ചയിൽ കാണാം. ഒന്ന്, സക്കാത്തിന്റെ അവകാശികളായ ആളുകൾ 8 ആൾക്കാരുണ്ട്. സക്കാത്തിന്റെ അവകാശം, അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അതിൽ തന്നെ മിസ്കീന്, ഫഖീർ എന്ന ആളുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവർക്കാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. അവരാണത് വാങ്ങേണ്ട ആളുകൾ, സ്വീകരിക്കേണ്ട ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ച ആൾക്കാർ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാറ്റം ഒരാവശ്യമുള്ള മേഖലയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കാറുള്ളത്, സക്കാത്തുൽ ഫിത്ർ നമ്മൾ ഒന്നായിട്ട് കളക്ട് ചെയ്യും, എന്നിട്ട് നാട്ടിലെ മുഴുവൻ വീടുകളിലേക്ക് നമ്മൾ വിതരണം ചെയ്യും. അതിൽ അർഹരായ ആളുകൾ ഉണ്ടാകും, അനർഹരായ ആളുകൾ ഉണ്ടാകും. ഒരുപക്ഷെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് അറിയില്ല ഇയാൾ അർഹനാണ് അനർഹനാണെന്ന് അറിയില്ല. പക്ഷെ നമുക്കറിയാൻ പറ്റും, ഞാൻ അർഹനാണോ അല്ലേ എന്ന് എനിക്കറിയാൻ പറ്റും. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് സക്കാത്തുൽ ഫിത്റുമായി വരുന്ന സമയത്ത് ഞാൻ അതിന് അർഹനല്ല എങ്കിൽ അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ അതിന് അവകാശിയല്ല, ഇത് അർഹരായ ആളുകൾക്ക് നിങ്ങൾ എത്തിക്കണമെന്ന് പറയേണ്ട ബാധ്യത ആർക്കാണ്? അത് സ്വീകരിക്കുന്ന ആളുകൾക്കാണ്. ഒരുപക്ഷെ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് അത് അറിഞ്ഞോളണമെന്നില്ല, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ സക്കാത്തുൽ ഫിത്ർ നമ്മുടെ പള്ളിയിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, 150 രൂപയല്ലേ, 150 രൂപയാണ് സക്കാത്തുൽ ഫിത്ർ. അതിലൂടെ പൈസയല്ല ശരിക്കും സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. സക്കാത്തുൽ ഫിത്റായി കൊടുക്കേണ്ടത് ഭക്ഷണമാണ്, ആ നാട്ടിലെ ഭക്ഷണമാണ്.
ഇവിടെ നമ്മൾ പണം സ്വീകരിക്കുന്ന എന്തിനാ? ആ പണമല്ല നമ്മൾ കൊടുക്കുക. പള്ളിയിൽ സ്വാഭാവികമായിട്ടും ആ പണം കളക്ട് ചെയ്ത് അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണം സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് അത്തരം സംവിധാനം ഉപയോഗിക്കുന്നത്. അത് അബദ്ധമല്ല, അതിൽ പ്രശ്നമില്ല. ഇസ്ലാമിക ലോകത്ത് മാതൃകയുള്ള വിഷയമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സക്കാത്തുൽ ഫിത്ർ എന്ത് ചെയ്യാം? നമ്മുടെ പള്ളിയിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരാൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇപ്പൊ പ്രവാസികളായ ആളുകൾ ഉണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവിടെയാണ് നമ്മൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്. നമ്മൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുക അവിടെ നമ്മൾ സക്കാത്തുൽ ഫിത്ർ. അപ്പോൾ ഒരു പ്രവാസിയായ മനുഷ്യൻ, അയാൾ പ്രവാസ ലോകത്താണെങ്കിൽ അയാൾ അവിടെ സക്കാത്തുൽ ഫിത്ർ കൊടുത്താൽ മതി. അയാൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമല്ല, അയാൾ അവിടെയാണ് കൊടുക്കേണ്ടത്. അതാണ് ഇതിന്റെ ശരിയായ രീതി. അത് പ്രത്യേകം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2, 3, 4 ദിവസം നമുക്ക് കളക്ട് ചെയ്തപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് സ്വീകരിക്കാം. ആളുകൾക്ക് സക്കാത്തുൽ ഫിത്ർ സ്വീകരിക്കാനുള്ള സംവിധാനം നമ്മുടെ പള്ളിയിൽ ഒരുക്കാം. ഒരു പ്രശ്നമല്ല. വിതരണം ചെയ്യേണ്ടത് എപ്പോഴാണ്? അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യണം? അതിന്റെ വിതരണം പൂർത്തിയാക്കണം. അതിനുശേഷം കൊടുത്താൽ സക്കാത്തുൽ ഫിത്ർ ആയിക്കൊണ്ട് അത് പരിഗണിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി അത് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സ്വഹാബികളായ ആളുകൾ ഹദീസിൽ വന്ന വിഷയമാണ്. അഥവാ സ്വഹാബികൾ പെരുന്നാളിൽ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അത് നൽകാറുണ്ടായിരുന്നു. അതിനും മാതൃകയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല. അത് കൊടുത്താൽ സക്കാത്തുൽ ഫിത്ർ അല്ല, അത് സ്വദഖയാണ് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹിയുടെ ഹദീസ്, സക്കാത്തുൽ ഫിത്രി മൻ അദ്ദാഹ ഖബല അസ്സലാ ഫഹിയ സക്കാത്തുൻ മഖ്ബൂലത്തുൻ. ഒരാള് സക്കാത്തുൽ ഫിത്ർ നിസ്കാരത്തിന് മുമ്പ് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്തുൽ ഫിത്ർ ആണ്. വമൻ അദ്ദാഹ ബഅദ അസ്സലാ, ഒരാൾ നിസ്കാരത്തിന്റെ ശേഷമാണ് കൊടുക്കുന്നത് എങ്കിൽ ഫഹിയ സദഖത്തുൻ മിൻ സദഖാത്ത്, അതൊരു സ്വതക്കയായിക്കൊണ്ടാണ് പരിഗണിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സക്കാത്തുൽ ഫിത്റിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ശ്രദ്ധയുള്ള ആളുകളാകണം. പ്രത്യേകം അത് പരിഗണിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ അതിന്റെ സൗകര്യമുണ്ട്. ബന്ധപ്പെട്ട ആളുകളുമായി അതിന്റെ പൂർത്തീകരണം നടത്താൻ വേണ്ടി ഓരോ ആളുകളും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം പെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച നോമ്പല്ലെങ്കിൽ നമുക്ക് പെരുന്നാളായിരിക്കും. പെരുന്നാളാണ് എങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ പള്ളിയിൽ ഈദ് നമസ്കാരത്തിന് സൗകര്യമുണ്ട്. നമ്മുടെ പള്ളിയുടെ മുൻവശത്തുള്ള പ്രത്യേകം തയ്യാറാക്കുന്ന സ്ഥലത്താണ് ഈദ് നമസ്കാരവും അതേപോലെ തന്നെ ഖുത്ബയും ഒക്കെ നടക്കുക. നേരത്തെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി 7:30 മണിക്കാണ് നമ്മൾ ടൈം നിശ്ചയിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. പെരുന്നാൾ നമസ്കാരത്തിന്റെ സുന്നത്തുകളൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റ് ലേഖനങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ മുമ്പിലെ സമയം കുറവായതുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ പറഞ്ഞ നമ്മുടെ പള്ളിയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും നല്ല രീതിയിൽ ഇടപെടണം. ഏകദേശം 200-ലധികം സ്ക്വയർ ഫീറ്റുകളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ലഭിച്ചിട്ടുള്ളത്. ഇനിയും കൊടുക്കാൻ പുറത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, ഒരു കടലാസ് വെച്ചിട്ടുണ്ട്. റമദാനിന്റെ അവസാന സമയമാണ്. ഇനി ഒരുപക്ഷെ നമുക്ക് അവസരം കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ പേപ്പർ വാങ്ങിയിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ച് നമുക്ക് സാധ്യമാകും. നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പള്ളിയിൽ ആളുകൾ സുജൂദ് ചെയ്യുന്ന, ആളുകൾ ക്ലാസ് കേൾക്കാനിരിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടെ സാധ്യമാകുന്ന ഒരു സഹായം ഈ പള്ളിക്ക് വേണ്ടി, അള്ളാഹിന്റെ മാർഗ്ഗം, അള്ളാഹുവിന്റെ ഭവനത്തിലുള്ള ഒരു സഹായം എല്ലാവരും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ബാധ്യതകളില്ലാത്ത ആളുകളാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ നോക്കണം, കുടുംബത്തെ സംരക്ഷിക്കുക, പല ഉത്തരവാദിത്തങ്ങളുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പൊതുവെ ബാധ്യതകൾ കുറവാണ്. അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യതയല്ല, കുറെ ഇളവുകൾ ലഭിച്ച ആളുകളാണ്. എന്നാൽ അവരുടെ കയ്യിലാണ് പലപ്പോഴും ധാരാളം സമ്പത്തുള്ള ആളുകൾ. ആഭരണം അടക്കമുള്ള വലിയ സമ്പത്തിന്റെ ഉടമകൾ അവരാണ്. അത് അവരുടേതാണ് എങ്കിൽ, ആ സ്വർണ്ണാഭരണങ്ങൾ അവരുടേതാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ചാൻസായി, നല്ലൊരു അവസരമായി സഹോദരികൾ ഇതിനെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുമായി ബന്ധപ്പെടാൻ, ദീനിന്റെ കാര്യങ്ങൾ ഇടപഴകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ അവശേഷിക്കുന്ന രാവുകളെയും പകലുകളെയും ധന്യമായി ഉപയോഗപ്പെടുത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ തദബ്ബുർ ചെയ്യുന്ന നല്ല വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുടെ അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ കെടുതികൾ കാരണം ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമുള്ളവരുണ്ട്, മറ്റുള്ള മനുഷ്യരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.